ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? എല്ലായിടത്തും മഴയൊക്കെ ഒന്നുണ്ട് ഒഴിഞ്ഞു നിന്നല്ലേ? അപ്പോൾ വെയിൽ തെറിച്ചു. അപ്പോൾ വെയിലൊക്കെ തെറിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുണ്ടെന്ന് മീനല്ല കേട്ടോ, മീനുണ്ട് മുരിങ്ങ താളിപ്പാട്ടോ. എന്നും തന്നെ കാണിക്കാൻ വിചാരിക്കണ്ട. അപ്പോൾ ചീനമുളകും വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ട് അത് എണ്ണയിൽ ഇങ്ങോട്ട് എണ്ണ വെച്ചിട്ട് തോന്നുന്ന എണ്ണ ഒന്നും ഒഴിക്കണില്ല. എന്താണോ എണ്ണ അപ്പം അത്ര നല്ല ദിവസമായി മീൻ പൊരിക്കണമല്ല. അപ്പോൾ അത് ഇതാ മുരിങ്ങടല കഴുകി ഊരിയിട്ട് കഴുകി വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഇനി ഇതാ മൂത്തിക്കണം ഉള്ളിയൊക്കെ. അപ്പം അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കട്ടെ. അതൊക്കെ കുറേ വട്ടങ്ങൾക്ക് കാണിച്ചു തന്നെ. എന്നാലും പിന്നെ ഇനി ഇത് തിളക്കുമ്പോൾ പിന്നെ എന്താ പറയുക, മുരിങ്ങടല ഇടുക കേട്ടോ. ഈ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം ഇനി ആവശ്യം വെള്ളം ഒഴിക്കട്ടോ. ചിലവർ വെള്ളം അധികം ഒഴിക്കാതെയും അങ്ങനെ ഉണ്ടാക്കും. പിന്നെ മീൻ വറുത്തതും ഇന്നലത്തെ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതാ പാകത്തിന് ഉപ്പ്. ഇപ്പോൾ ഇത് തിളക്കുമ്പോൾ മുരിങ്ങടലയിൽ ഇട്ട് അത് തിളച്ചാൽ ഇറക്കി വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങ താളിക്കുകയാണ്. പിന്നെ ചീനമുളക് കേട്ടോ കുത്തിയിട്ടിരിക്കണം. പിന്നെ തേങ്ങയും പിന്നെ എന്താ പറയുക പരിപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയും വെക്കും. മീൻ ദിവസം വെക്കണമല്ല. അപ്പോൾ മുരിങ്ങടല ഇടയ്ക്കിടയ്ക്ക് നല്ലതല്ലേ കഴിക്കണത്, പച്ചക്കറിയുടെ പോലെയല്ലേ. ഇന്നലെ പയറുപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മുരിങ്ങടല ആഴ്ചയിൽ ഒരിക്കലും മുരിങ്ങടല 2 വട്ടമൊക്കെ വെക്കും ഞങ്ങൾ. അപ്പോൾ അത് നല്ലതല്ലേ. പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങണേക്കാളും നല്ലതല്ലേ മുരിങ്ങടല. നല്ല വിറ്റാമിൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വെള്ളം കൊണ്ട് തിളക്കുമ്പോൾ മുരിങ്ങടല കൊണ്ടിടുക. നല്ല പൊരി വെയിലാട്ടോ. അപ്പോൾ വെയിലത്ത് നല്ല ചൂടും ഉണ്ട്. ഇപ്പോൾ മഴ പെയ്താലോ അങ്ങനത്തെ മഴ, വെയിൽ എറിച്ചാൽ അങ്ങനത്തെ വെയിലും. വെള്ളം ആക്കട്ടെ, എല്ലാം എന്താ ചെയ്യുക. അപ്പോൾ അതാ വെള്ളമൊക്കെ ഇങ്ങനെ തള വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അതിലേക്ക് ഈ മുരിങ്ങടലേൻ്റെ ഇടുകയാണ്. അതിൻ്റെ ഇട്ടിട്ട് തിളച്ച പിന്നെ മുരിങ്ങട താളിപ്പ് റെഡിയായി. പിന്നെ ചിലവർ കഞ്ഞിരവെള്ളത്തിലിട്ടിട്ട് ആദ്യം തിളപ്പിക്കും, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. ചിലവർ പച്ചമുളക് അതിൽ കീറിയിട്ടിട്ട്. ഞാൻ അപ്പം ഇങ്ങനെ ചെയ്യല് കേട്ടോ. എന്നാൽ പിന്നെ ഇത് നല്ല രസം അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ അത് വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മുരിങ്ങടല എടുത്തത് കേട്ടോ. കുറേ വട്ടം കാണിച്ചു, എന്നാലും ഞാൻ ചെയ്യണ നിങ്ങൾക്കും കാണിച്ചു തരികയാണ്. കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചു. എന്താ തിന്നില്ലേ? തിന്നില്ലേന്നു താപ്പം കേട്ടോ. മീൻ കച്ചവടം കഴിഞ്ഞിട്ട് കുറച്ച് മീനുള്ളൂ. ഞായറാഴ്ച ആൾക്കാരെ ഇറച്ചി വാങ്ങുമെന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ മീനൊന്നും അധികമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലെന്നടുത്ത ഉണ്ട് കേട്ടോ, വറുത്തു. പിന്നെ നല്ല മീൻ കറി ഉണ്ട്. അപ്പോൾ കേട്ടോ വെള്ളം തിളച്ച് വരുന്നുണ്ട്. 2-3 തളണ്ട് വന്നാൽ അതിൻ്റെ ഇറക്കിയൊക്കെ നല്ല വേവിച്ച ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അത് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, പിന്നെയും പറയുന്നു. മതിയൊന്നു എന്ത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. ഇവിടെ സ്ഥലമില്ല, അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. ഇവിടെ ആകെ ഒരു ലേസം സ്ഥലമുണ്ട് വർക്ക് ചെയ്തിട്ട്. അവിടെ തന്നെ എല്ലാം വിൽക്കും. അപ്പം ഇതൊക്കെ പൊറോട്ട നീന്നോ? അല്ല, ചായ കുടിച്ചിട്ടുണ്ടാവും നിങ്ങളെ. അപ്പം കേട്ടോ ഇതൊക്കെ തിളച്ച് വന്ന മുരിങ്ങടല നല്ല തിളച്ച് റെഡിയായി. ഇതാ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.